രണ്ട് പെൺപിള്ളേർ മാത്രമുണ്ട്. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലാത്തതാണ്, സുഖമില്ലാത്തതാണ്, ഒരു വകയും ചെയ്യാൻ കഴിവില്ലാത്ത. നമ്മൾ പിന്നെയും ആ ചേച്ചിമാരെ കാണാൻ പോവല്ലേ വയ്യാത്ത ചേച്ചിമാരെ നമ്മളെ പിന്നെയും വിളിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് കുറച്ചധികം കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടെന്നാണ്. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതിനെല്ലാം ഉത്തരവും അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു, കല്യാണം കഴിച്ചതാണോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ, പിന്നെ മെമ്പറിനോട് പറഞ്ഞിട്ട് എന്താ നിങ്ങളൊന്നും നടക്കാഞ്ഞേ, പിന്നെ പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് നടക്കാഞ്ഞേ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ഒരു പ്രശ്നത്തിൽ കൂടെ നമ്മൾ പരിഹാരം കാണാൻ പോകണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോഴേ കുറേ പേര് അക്കൗണ്ട് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് പൈസ ഇടാൻ വയ്യ, ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ചോദിച്ചു. നമ്മളിപ്പോൾ അവർക്ക് ഫോണില്ല, അവർക്കൊരു സാധാരണ കീപാഡ് ഫോണേ ഉള്ളൂ. അപ്പം നമ്മൾ അതിനൊരു പ്രശ്നപരിഹാരം നടത്തിയേക്കാണ്. നമ്മളൊരു ഫോൺ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഫോണാണ്. നല്ല ഫോൺ, അത്യാവശ്യം നല്ല ഫോൺ. നീ കാണിച്ചേ, അത്യാവശ്യം നല്ല ഫോണാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണ്. ഇത് അവർക്ക് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഗൂഗിൾ പേയും അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനും പരിഹാരമായി. എന്തായാലും നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, അവരുടെ അടുത്തോട്ട് പോകാം. ബാക്കി അവർ തന്നെ പറയട്ടെ. ഓക്കെ, ഇറങ്ങാം. അപ്പോൾ നമ്മൾ ചേച്ചിമാരെടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചേച്ചിമാരോട് തന്നെ ചോദിച്ചറിയാമേ. ചേച്ചി, ഞങ്ങളിപ്പോൾ രണ്ടാമത് വിളിച്ചതിനുള്ള കാരണം എന്തുവാ? ആദ്യം നിന്ന് കുറച്ച് ഫണ്ടൊന്ന് കിട്ടി. അതിൽ 10-12 രൂപയോളം സംതിങ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഈ ആഴ്ച ചൊവ്വാഴ്ച കൊണ്ടുപോകണം. അതുകൊണ്ടൊന്നും നമുക്ക് തികയത്തില്ല. ആദ്യത്തെ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ആദ്യത്തെ സർജറിക്ക് തന്നെ നല്ല ഇത്രയും ദിവസമായിട്ട് 3 ലക്ഷത്തിൽ കൂടുതലൊക്കെ നല്ല എക്സ്പെൻസ് ഉണ്ട്. അത് കടുവയിടവും പകുതിയുടെ ഇത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് ആരും ചെയ്തു തന്നിട്ട് അങ്ങനെ കുറേ കടങ്ങൾ ഇല്ലെങ്കിൽ നിൽക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത സർജറി ഉണ്ട്, അത് എപ്പോഴെന്ന് പറയത്തില്ല. ഇപ്പോൾ അവിടെ ഈ അസ്ഥിക്ക് പഴുപ്പായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് സർജറി ചെയ്യാനും പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. പിന്നെ ഇങ്ങനെ ബ്ലാസ്റ്റ് ഇട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ആഴ്ച പൈസ ആകാത്തോണ്ടാണ് നമുക്ക് അന്നൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ അസ്ഥിക്ക് പഴുപ്പുമായി. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്ക് കൊണ്ടുപോകാനാണെങ്കിലും പിടിക്കാനാണെങ്കിലും ബാക്കി മരുന്നുകൾ ചെയ്യാൻ, ബാക്കി ട്രീറ്റ്മെന്റ് ആണെങ്കിലും കൊണ്ടുപോകാൻ ആരും പൈസയില്ല, മാറാൻ ആരും ഇല്ലല്ലോ, ആരുമില്ല. ഇങ്ങനെയൊക്കെ കൂലിക്ക് എല്ലാവരും 4-5 പേരെ വിളിച്ചു വേണം ആംബുലൻസ് കയറ്റാനെ കൊണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അന്നേരം ഒരാളെ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ വേണമല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് പറ്റത്തുമില്ല. അതാണ്. പിന്നെ സുരക്ഷിതമായിട്ടുള്ള വീടുമില്ല. പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ചികിത്സാ സഹായത്തിന് ജനുവരി കൊടുത്തതാണ്. ഈ ഓപ്പറേഷൻ സമയത്ത് ആദ്യത്തെ ആ ആഴ്ച ജനുവരി ലാസ്റ്റിൽ തന്നെ കൊടുത്തതാണ്. മെയിലാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടാണ് ചികിത്സാ സഹായത്തിന്. നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. മെമ്പറിനൊക്കെ അറിയാവുന്നല്ലേ നമ്മുടെ അവസ്ഥ. പക്ഷെ മെമ്പർ വേണ്ടത് ഒരു പള്ളിയിൽ കൊടുക്കാൻ 3 ലെറ്റർ മാത്രമേ അദ്ദേഹം തന്നിട്ടുള്ളൂ. 3 ലെറ്ററാണ്. അല്ലാണ്ട് പള്ളികളിൽ ചിലപ്പം പള്ളിയിലച്ഛൻ്റെ ലെറ്റർ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മളിങ്ങനത്തെ ഇതായത് കൊണ്ടിട്ട് ഒരുപാട് പച്ചമാർ തരാനും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഡൈപ്പറൊക്കെ തരുന്ന അച്ഛനാണ് ഇപ്പോൾ കുറേ ലെറ്ററുകൾ ഒക്കെ തന്നിരിക്കുന്നത്. പിന്നെ കൗൺസിലർ 3 ലെറ്റർ തന്നിട്ടുണ്ട്. ആ ലെറ്റർ കൊണ്ട് പള്ളികളിലൊക്കെ കെട്ടുന്നത് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നിങ്ങളുടെ അവസ്ഥ മനോരമയിൽ കൊടുക്കാനെ കൊണ്ട് ഇതുപോലെ കൊടുത്തിരുന്നു. അവസ്ഥകളെല്ലാം പറഞ്ഞ് അവരെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ദുരിതങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് പ്രത്യേകം കൗൺസിലറുമായിട്ടുള്ള ജോയിന്റ് അക്കൗണ്ട് ചെയ്യിപ്പിച്ച് അതുവരെയും ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല. മനോരമക്കാർ ഇതുവരെയും ചെയ്തിട്ടില്ല. അവർ പിന്നെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. അങ്ങനത്തെ ഒരു നമ്മുടെ അവസ്ഥ അവർക്ക് അറിയാമായിട്ട്. എല്ലാം നന്നായി. നമുക്ക് 2 പെൺപിള്ളേർ മാത്രമുണ്ട്. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലാത്തതാണ്, സുഖമില്ലാത്തതാണ്, ഒരു വകയും ചെയ്യാൻ കഴിവില്ലാത്ത പറ്റുന്നില്ല. എനിക്ക് ബ്രെയിൻ അട്രോഫി ആയതുകൊണ്ട് ഒരു കാപ്പി വെള്ളം അനത്താൻ പോലും എനിക്ക് പറ്റത്തില്ല. ചേച്ചി, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചേച്ചിമാരുടെ വീഡിയോ ഇട്ടപ്പോഴേ കുറെ പേര് ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചതാണോ, നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആരോഗ്യാവസ്ഥയില്ല, കല്യാണം കഴിക്കാനും താല്പര്യമില്ല. നിലവിൽ കല്യാണം കഴിച്ചിട്ടുമില്ല. നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് തന്നെയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ട്രാപ്പിലാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ അച്ഛൻ്റെ മരണവും അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ അന്വേഷിക്കാനും പോയിട്ടില്ല, അതിൻ്റെ പുറകെ പോയിട്ടുമില്ല ഇതുവരെ. അതുപോലെ തന്നെ ഇപ്പം ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഏകദേശം എത്ര രൂപ ഇതുവരെ 3.5 ലക്ഷത്തോളം നമുക്ക് ചെലവുണ്ട്. ഇന്നത്തെ എത്രയാവും നമുക്ക് ഡോക്ടർക്കും പറയാൻ പറ്റുന്നില്ല, നമുക്കും പറയാൻ പറ്റില്ല. എന്തായാലും അടിയന്തരമായിട്ട് നമുക്ക് സഹായം വേണം. എത്രയും പെട്ടെന്ന് ചെയ്താലല്ലേ പറ്റുള്ളൂ. നമുക്ക് ഇത് എണ്ണീറ്റൊന്നും നടന്നാൽ മതി. പറ്റത്തില്ല, എപ്പോഴും ഇത് പിടിച്ച് ഇങ്ങനെ. ചേച്ചിക്ക് വയ്യാത്തോണ്ട് ഈ ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വയ്യാത്തോണ്ട് ഒരു രീതിയിലും വരുമാനത്തിനും പോകാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഇതുവരെ എങ്ങനെയായിരുന്നു? ആരെങ്കിലും സഹായിച്ചിട്ടാണോ വരുമാനം? മറ്റുള്ളവർ സഹായിച്ചാണ് മുന്നോട്ടൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കടവും പിന്നെ പ്രൈവറ്റ് ഫിനാൻസിൽ നിന്നൊക്കെ ഇങ്ങനെ പേഴ്സണൽ ലോണൊക്കെ കിട്ടി അങ്ങനെയൊക്കെ
അതും തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. കടം വാങ്ങിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് എന്നും ഇങ്ങനെ സഹായം ചോദിക്കാൻ പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. നമുക്ക് എന്നും ഇപ്പൊ ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടാൻ പറ്റത്തില്ല. ഇപ്പൊ തൽക്കാലത്തേക്കിനുള്ളത് നമുക്ക് ഇപ്പൊ അത്യാവശ്യം ഈ ചികിത്സയുടെ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വീട്ടിലിരുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞാലും നമുക്ക് നോക്കാം, പറ്റുന്ന രീതിയിൽ നോക്കാം. ചേച്ചി അതുപോലെ തന്നെ എല്ലായിടത്തും വയ്യ സുഖമില്ലാത്തവരെ നോക്കാൻ പാലിറ്റീവ് കെയർ വരുന്നു എല്ലായിടത്തും ഒക്കെ നല്ല രീതിയിൽ. പക്ഷെ ഞങ്ങളുടെ ഇത്രയും അമ്മ ഇത്ര 8 വർഷം കിടന്നു. ഇവര് പാലിറ്റീവുകാർ എന്നും അന്ന് വരുമായിരുന്നു. എന്ന് നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിക്കും, പ്രഷറോ അങ്ങോട്ട് നോക്കിയിട്ടേ പോകും. അല്ലാണ്ട് ആ രോഗിക്ക് ഒരു വേണ്ട മരുന്നുകളോ ഈ ഡൈപ്പറോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഇവിടെ ഒരു വെറുതെ പാലിറ്റീവ് വന്നിട്ട് യാതൊരു പ്രയോജനമില്ല. ഇവിടെ വരുന്നുമില്ല. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് വീണ് കണ്ടതിന് വെച്ചിട്ട് ഒരു പ്രാവശ്യം വന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഇവിടെ പിന്നെ വന്നിട്ടുമില്ല, ഇതുവരെ വന്നിട്ടുമില്ല. അല്ല നമ്മൾ പാലിറ്റീവ് പറഞ്ഞിട്ടും ഇല്ല ഇങ്ങനെ വയ്യാതെ. നമ്മൾ ആശാവർക്കറിനോടും കൗൺസിലറിനും അറിയില്ലേ, ആശാവർക്കർ കൊണ്ടിട്ട് നോക്കുന്നില്ല. ആശാവർക്കർ അവിടെ പറഞ്ഞല്ലേ, അവര് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഭാര്യ ഇവിടെ വന്നാല് ഇതുപോലെ രോഗിക്ക് വേണ്ട പരിചരണം വേണം. അല്ലാണ്ട് വെറുതെ വന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു പാലിയേറ്റീവ് കെയർ ഒരു രോഗിയെ അവർക്ക് വേണ്ടത് അവർക്ക് എന്തൊക്കെ ആവശ്യമായിരുന്നു, മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ, ഡൈപ്പർ ആണെങ്കിൽ ഡൈപ്പർ, അത് ചെയ്യണമല്ലോ. നമ്മൾ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചിട്ട് എല്ലാം നമ്മൾ എവിടെല്ലാം കഴിഞ്ഞിട്ട് എവിടെല്ലാം പറയാമോ അവിടെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ മറ്റുള്ളവരുടെ സഹായം ചോദിച്ചു പോകേണ്ടി വരുന്നത്. മോളെ കണ്ടുകൊണ്ട് മോളെ വിളിച്ചു വരുത്തി മോളെ ഓടി വന്ന് ഇത്രയും കാര്യം ചെയ്തു തന്നുകൊണ്ടാണ് ഇപ്പൊ ഇത്ര ഈ ഒരു മാസമായിട്ട് ഇങ്ങനെയും പോകുന്നു. അതുപോലെ ചേച്ചി ഇപ്പൊ പറഞ്ഞു വീടിന്റെ അവസ്ഥ. അപ്പൊ വളരെ മുന്നേ ഇതിപ്പോ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു 2 തവണയായിട്ട് മെയിൻ്റെനൻസിന് വളരെ തുച്ഛമായി കിട്ടി. അതും അതിന്റെ ഡബിളറിട്ട് കടവ ഈ മെയിൻ്റെനൻസ് ഇങ്ങനെ പകുതിക്ക് ഒപ്പിച്ച് വെച്ചു. പക്ഷെ മേൽക്കൂരയില്ല, അടിയില്ല, അടിത്തറയില്ല, കട്ടളയെല്ലാം പോയി കിടക്കുക, ചെതല് എല്ലാം തിന്ന് ഇതെല്ലാം ചോരുവാണ്. ഈ ഒരു മുറി മാത്രമേ ഒരു കിടക്കുന്നോണ്ട് വൃത്തികെട്ടിട്ടതാ. മറ്റേത് ഞങ്ങളെ കാണിച്ചു തരാം മോളെ. ഇതെല്ലാം പാമ്പു ശല്യവും എപ്പോഴും ഇതെല്ലാം ഇടിഞ്ഞു പറഞ്ഞ് വീടിന് നടത്തില്ല, എല്ലാം ചെതല് തിന്ന് പോകാറായിരിക്കും. ചോരുന്നുണ്ട്, നല്ലതായിട്ട് വെള്ളം ചോരുന്നുണ്ട്. ഇതെല്ലാം പോയതാണ്, കഥവും ഇതെല്ലാം പോയതാണ്. ഓട് പോയി എല്ലാം പോയതാണ്. അതെല്ലാം താഴെ എപ്പോഴും വീടിന് നടത്തില്ല. ഇവിടുന്ന് ചോരുന്നുണ്ട്. ഈ ടാർപ്പ വലിച്ചു കെട്ടിയെടുത്തൊന്ന് ഇങ്ങനെ നടുകെ 6 പോലും ഇവിടുന്ന് ഒഴുകുവാണ് ഇപ്പൊ. പിന്നെ മണ്ടവശം എല്ലാം പോയതല്ലേ. എല്ലാം പോയത് ഇങ്ങനെ ഒരുവിധം അടുക്കള ഇവിടെ പാദം എല്ലാം ഇടിഞ്ഞു പോയതാണ്. ഇതെല്ലാം പോയി അടുക്കളയിൽ അടുപ്പൊന്നും ഇവിടെ നിന്നാണ് ഇപ്പൊ പാമ്പ് കഴിഞ്ഞ ദിവസം. ഇല്ല, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പൈസക്ക് പൈസ തന്നെ വേണ്ടേ. നേരെ കഴിവില്ലാത്തവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇവിടെ പാമ്പിന്റെ ശല്യം കാണുമല്ലോ. ഇത് ചോരാതിരിക്കാൻ വേണ്ടി ടാർപ്പ് വലിച്ചിട്ടേക്കല്ലേ. 3 ടാർപ്പ ഉണ്ട്, അതും ചോരുന്നതാ. മഴ പെയ്യുമ്പോ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. മഴയൊന്നും വെള്ളം ഇല്ല, വരുമാനവും ഇല്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു ദുരിതം കഴിഞ്ഞ് അടുത്ത ദുരിതത്തിലേക്ക് കിടന്നുകൊണ്ടിരിക്കും. 8 വർഷം അമ്മ തളർന്ന് കിടന്നു. നമുക്കൊന്നും ആരോഗ്യപരമായിട്ടൊന്നും ഞാനും ഇതുപോലെ എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയത്തില്ല. അസുഖം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രെയിൻ അട്രോഫി ആയിരുന്നു. പിന്നെ തലവേദനയ്ക്ക് ഇപ്പോൾ കുറവാണെന്നേ ഉള്ളൂ. പെടലി തൊട്ട് പാദം വരെയും നല്ല തേയ്മാനം. ബലോയില്ല, കൈയൊന്നും ഒന്നും നമുക്കൊരു പാത്രം കഴുകാനും ഒന്നും പറ്റില്ല. ചില സമയത്ത് എഴുതാനും പറ്റത്തില്ല, കൈ ഇങ്ങനെ വേദന. പിന്നെ പേപ്പറോ ഒന്നും അങ്ങനെ വായിക്കാനും ഒന്നും പറ്റത്തില്ല. തല കാഴ്ചക്കുറവുണ്ട് ആയിട്ടുണ്ട് ഇപ്പം. എന്തായാലും കുഴപ്പമില്ല. ഈ അവസ്ഥയൊക്കെ നമ്മൾ ഒന്നുകൂടെ അറിയിക്കും. ഇപ്പം നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചേച്ചിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരുടെയും ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് അത് കുഴപ്പമില്ല. നമ്മളത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്ന് എളുപ്പത്തിന് വേണ്ടിയാണ്. കിട്ടുന്ന സഹായം മാക്സിമം നമുക്ക് നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഗൂഗിൾ പേ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആൾക്കാർ സഹായിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ആൾക്കാർ സഹായിക്കാതിരിക്കത്തില്ല. എന്നാലും ചേച്ചിക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഉപജീവന മാർഗം കൂടെ നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു. ഇപ്പം സർക്കാരിന്റെ ഒരു ഇന്റർവ്യൂ തന്നെ കഴിഞ്ഞ വർഷം വിളിച്ചപ്പം പറയുന്നത് അവർ പറയുന്നത് ഈ ആരോഗ്യമുള്ളവരെയും കൊണ്ട് പറ്റുന്നില്ല, സുഖമില്ലാത്തവരെ അവർക്ക് നിയമിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ജോലി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ്. നമുക്കൊരു അന്നം വെച്ച് കഴിക്കാൻ നമുക്ക് ആരോഗ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഇത് കാണുന്ന ഒരു സഹായിക്കാതിരിക്കത്തില്ല. എല്ലാവർക്കും മെയിനായിട്ട് ഇപ്പൊ സഹായം വേണ്ടത് ഓപ്പറേഷന് വേണ്ടി. ഇവിടുന്ന് നമുക്ക് മേപ്പോട്ടാണെങ്കിൽ ഈ കൊണ്ടുപോകാൻ പാടല്ലേ. ഈ വഴി കൂടെ കൊണ്ടുപോകാൻ പാടല്ലേ.
അപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞ 2 ആവശ്യങ്ങളാണ്. പക്ഷെ അതിൽ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ആ ചേച്ചിയുടെ കാലിൻ്റെ സർജറി, അത് ഡോക്ടർ പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞത് മൂലം ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു പൈസ കിട്ടിയിട്ടില്ല. അത് എല്ലാവരും ഒന്ന് സഹായിച്ചാൽ ആ ഓപ്പറേഷൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം. പിന്നെ അവരൊരു കാര്യം കൂടെ പറഞ്ഞു, അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന് വെച്ചാൽ ചോർന്നൊലിച്ച് കിടക്കുവാണ്, പടുത ഇട്ടേക്കുവാണ്. അതുമല്ല അവർ 2 സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. മറ്റേ ആൾക്ക് വയ്യാത്തപ്പോൾ ഒരു മരുന്ന് മേടിക്കണമെങ്കിൽ പോലും ആ ഒരു മുറി അടയ്ക്കാൻ പോലും വരാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അത് മാത്രമല്ല ആ ചേച്ചിക്ക് വയ്യാത്തോണ്ട് ഇങ്ങനെയാണ് വീടിന്റെ അവിടുത്തെ മേപ്പോട്ടുള്ള വഴി. ഇതിനെക്കാട്ടി കഷ്ടമാണ് മേപ്പോട്ടുള്ള വഴി. വഴി അത്ര നല്ല ഒന്നുമല്ല, ആൾക്കാരെ വിളിച്ച് ചുമന്നാണ് കേട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവര് രണ്ടാമത്തെ അവരുടെ ആവശ്യം എന്താന്ന് വെച്ചാല് സുരക്ഷിതമായി ഒരു മുറിയെങ്കിലും ഉള്ള ഒരു വീടായാലും, ആ മുറിയാണെങ്കിലും തേച്ച് ഉറപ്പോ കാര്യങ്ങളില്ലാതെ അവർക്കൊരു ഭയമുണ്ട്. രാത്രി ഒരാൾ വന്ന് ശല്യം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴാനും അതിന്റെ പാമ്പിന്റെ ശല്യം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇഷ്ടം പോലെ ഇതൊന്നും തേക്കാതെ കിടക്കുന്നോണ്ട് ഇതിന്റെ ഇടയ്ക്കൂടെ കയറും. അപ്പൊ അവർക്ക് സുരക്ഷിതമായിട്ട് ഒരിടവും അതുപോലെ തന്നെ ഈ ഒരു ഓപ്പറേഷൻ പിന്നെ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഉപജീവന മാർഗ്ഗം ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. അതും അവർ ചെയ്യാൻ തയ്യാറാന്ന് പറയുന്നത്. അവരെ കൊണ്ട് പറ്റുന്ന രീതി. അവസ്ഥ ഭയങ്കര മോശമാണ്, തേയ്മാനം ഒക്കെ ആണല്ലോ, അങ്ങനത്തെ എന്തോ ഒരു അസുഖമാണ്, ബ്രെയിനോട്രോഫി എന്ന് പറയുന്ന എന്തോ ഒരു അസുഖമാണല്ലേ അങ്ങനെ പറഞ്ഞത്. അപ്പം ഈ വീഡിയോ കാണുന്നവരും അല്ലാതെ നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആരൊക്കെ കാണുന്നത് അറിയിച്ചിട്ട് പോലും യാതൊരു നമ്മളെ വിളിച്ചതല്ലേ. പിന്നെ ഇപ്പം നമ്മൾ ഗൂഗിൾ പേ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അക്കൗണ്ട് നമ്പറിൽ പൈസ ഇടാൻ ബുദ്ധിമുട്ടുള്ള 2-3 പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നിനക്കും അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കുറെ പേര് നമ്മളോട് ചോദിച്ചു വേറെ നമ്പർ ഇനി തരാമോന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ നമ്പറും കാര്യങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുന്നത്, അതുകൊണ്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. നമ്മുടെ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഇവരെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി, നമ്മളും കൊണ്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കുക. സർക്കാർ ഒരു രൂപ മതി, അവർ ഒരുപാട് എമൗണ്ട് ഒന്നും ചോദിക്കുന്നില്ല. സർക്കാരിന്റെ കണ്ണിൽ ഈ ഒരു വീഡിയോ ചെന്നപ്പെടട്ടെ നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് ആകെ തുച്ഛമായി എന്തോ ഒരു ചികിത്സാ സഹായം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരെങ്കിലും അവർക്ക് നല്ലൊരു ഇടവോ അല്ലെങ്കിൽ ഈ വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു.